ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകിട്ട് ചായയുടെ കൂടെ ഒരു പുഴുക്കും ചമ്മന്തിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടാവും. ഒരു പ്രത്യേക രുചി തന്നെയല്ലേ അതിന്. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരക്കിഴങ്ങ് പുഴുക്ക്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അതും ഒരു അടിപൊളി ചമ്മന്തിയാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4 മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി തൊലിയോട് കൂടി തന്നെ നമുക്കിത് വേവിക്കാം. തൊലി ഇരുന്നെന്ന് വിചാരിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ഞാൻ എപ്പോഴും തൊലി കളഞ്ഞിട്ടാണ് വെക്കാറുള്ളത്. എന്തെങ്കിലും കുറച്ച് മണ്ണോ ഒക്കെ തൊലിയിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് വരണ്ടാന്ന് വിചാരിച്ചിട്ട് തൊലി കളഞ്ഞിട്ടാണ് എടുക്കാറുള്ളത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു പീലർ വെച്ചിട്ട് തൊലി ഇങ്ങനെ അങ്ങ് എടുത്ത് കളയാണ്, അല്ലെങ്കിൽ ചുരണ്ടി കളഞ്ഞാലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യാം. തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഒരുപാട് കനം കുറച്ചിട്ടല്ല, ഒരു മീഡിയം കനത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അത് മുറിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ചെറുതായിട്ടൊരു കറ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒന്ന് പോകാൻ വേണ്ടിയിട്ടും പിന്നെ ബാക്കി എന്തെങ്കിലും മണ്ണോ ഒക്കെ ആ തൊലിയിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ അത് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം കൂടി ഒന്ന് കഴുകി വെക്കുന്നത് നല്ലതാണ്. കഴുകി എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. ചിലപ്പോൾ അത് വെറുതെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കളർ വ്യത്യാസം വരും, ചെറുതായിട്ടൊരു ബ്രൗൺ കളർ പോലെ വരും. അപ്പോൾ ഇത് നമ്മളിനി ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ ഈ മധുരക്കിഴങ്ങിൽ ചെറിയൊരു മസാലയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ചൈനീസ് വെളുത്തുള്ളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ അല്ലിയാണ്. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 10-12 അല്ലി എങ്കിലും എടുക്കണം. അതൊരു ഇടികല്ലിലോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. അതായത് വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കുന്നേക്കാളും ഇതുപോലെ ചതച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാ വെളുത്തുള്ളി നന്നായി ചതച്ച് വെച്ചു. ഇനി ഒരു പാൻ വെക്കുക. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മതി കേട്ടോ, ഒരു 1-1.5 ടീസ്പൂൺ മാക്സിമം, അത്രയും മതി. വെളിച്ചെണ്ണയാണേ. അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചൊവ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നേരെ വെറുതെ ചതച്ചത് നമ്മൾ മധുരക്കിഴങ്ങിൽ ചേർത്തിട്ട് അത് ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചൊവ ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഒരുപാടങ്ങ് ബ്രൗൺ നിറമായി ഫ്രൈ ആവുമൊന്നും വേണ്ട. വെളുത്തുള്ളി നല്ല ആ ഒരു പച്ചപ്പ് മാറിയ ഒരു മണം ഉണ്ടല്ലോ, അത് വന്നാൽ മതി. ഇതായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ടല്ല കേട്ടോ മുളക് പൊടി ചേർക്കുന്നത്. ഈ വെളുത്തുള്ളി മുളകും കൂടി ഒന്ന് മൂപ്പിച്ച് ചേർക്കുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അതിനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച ചൊവയങ്ങ് മാറണം. പെട്ടെന്നായി കിട്ടും. ഒരുപാട് സമയം ഫ്രൈ ചെയ്ത് അതിൻ്റെ ഒരു കരിഞ്ഞു പോവോ ടേസ്റ്റ് മാറുമൊന്നും ചെയ്യരുത്. ഇത്രയും മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മധുരക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഈ മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഏകദേശം ഒരു അളവ് നോക്കി അങ്ങ് ഇടാനേ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇത് കൈവച്ച് തന്നെ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ച് ചെയ്യുന്നേക്കാളും കൈവച്ച് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമുക്ക് ആ മസാല നല്ലപോലെ എല്ലാ കഷ്ണങ്ങളിലും അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. മസാല എല്ലാത്തിലും ചെറുതായിട്ടൊന്ന് പുരണ്ടിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ തിക്കായിട്ടുള്ളൊരു കോട്ടിംഗ് ഒന്നും ആയിരിക്കത്തില്ല. അത്രയും മതി. കാരണം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ആ വെളുത്തുള്ളിയുടെയൊക്കെ വല്ലാത്തൊരു ചൊവയുണ്ടാവും. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റീമറിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം. എല്ലാം ഒരു 15-20 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ. പിന്നെ മധുരക്കിഴങ്ങിൻ്റെ ഒരു വേവിനനുസരിച്ച് ചിലപ്പോൾ 5-10 മിനിറ്റ് ഒക്കെ കൂടുതൽ എടുത്തെന്നിരിക്കും. അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അത് റെഡി ആകുമ്പോഴേക്കും നമുക്കൊരു ചമ്മന്തി കൂടെ ഉണ്ടാക്കാം. അത് ഈ മധുരക്കിഴങ്ങിൻ്റെ കൂടെ മാത്രമല്ല, നമ്മൾ കപ്പയോ കാച്ചിലോ ചേമ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തൈര് ചട്നിയാണേ. അപ്പോൾ അതിനായിട്ടൊരു മിക്സി ജാറിലോട്ട് 2 വലിയ പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങ വരും. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഇനി ഇത് അരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ പിന്നെയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിന് പകരം തൈര് ഒഴിച്ചിട്ടാണ് നമ്മളിത് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒത്തിരി അങ്ങ് പേസ്റ്റ് ആയിട്ടല്ലാതെ ഒരു തരി പോലെ ഇങ്ങനെ അരച്ചെടുക്കുക. നമ്മൾ സാധാരണ കപ്പയ്ക്കൊക്കെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ചെയ്യത്തില്ലേ, അതുപോലെ ചെറിയൊരു തരിയോടുകൂടി അരച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും
പച്ചമുളകും ചേർക്കണം. അപ്പോൾ ഒരു 8 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും എടുത്തിരിക്കുന്നത്. ഉള്ളിയുടെയും മുളകിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ചിലർ പച്ചമുളകിന് പകരം മുളക് പൊടിയും ചേർക്കാറുണ്ട്. അപ്പോൾ ഈ ഉള്ളിയും മുളകും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ അരയരുത്, ഒരു 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് അതൊന്ന് ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവണം. നമ്മൾ കപ്പയോ അല്ലെങ്കിൽ ഇതുപോലെ മധുരക്കിഴങ്ങോ ഒക്കെ കൂട്ടി കഴിക്കുമ്പം ഇടയ്ക്ക് ആ ഉള്ളിയും മുളകും ഒക്കെ കടിക്കുന്നതാണ് അതിൻ്റെ ഒരു രുചി. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തു. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം, അതല്ല കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുത്താൽ മതി. കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല, എത്രയാണോ നിങ്ങളുടെ താല്പര്യം പോലെ ചേർക്കാം. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂണും കൂടി തൈര് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ തൈര് ചമ്മന്തി റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കപ്പയുടെയും വേറെ എന്ത് പുഴുക്കുണ്ടാക്കിയാലും അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോലും നല്ലതാണ് കേട്ടോ. ഒരു അച്ചാറും ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കി ഒത്തിരി സമയം വെക്കരുത്, കഴിക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം റെഡിയാക്കാം. മധുരക്കിഴങ്ങും റെഡിയായി. എനിക്കൊരു 20 മിനിറ്റ് എടുത്തു കേട്ടോ ഇത് വെന്ത് കിട്ടാൻ. അപ്പോൾ വൈകിട്ട് ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പലഹാരങ്ങളായാലും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ. പക്ഷേ നമ്മുടെ ഇതുപോലെയുള്ള നാടൻ സാധനങ്ങളുടെ ഒരു രുചി വേറെ എന്ത് പലഹാരം കഴിച്ചാലും കിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കട്ടൻ ചായയുടെ കൂടെ ഇതുപോലെ കപ്പ പുഴുങ്ങിയതോ മധുരക്കിഴങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു തൈര് ചട്നി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.